ഹലോ, അപ്പോൾ എല്ലാവർക്കും വീണ്ടും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ നോർത്ത് ഇന്ത്യയിലെ സുമിത്ര എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചുണ്ടരി അമ്മൂമ്മയുണ്ട്. ആൾക്ക് ഇപ്പോൾ ഏകദേശം എത്ര കറക്റ്റ് അറിയില്ല, എന്തായാലും 90 വയസ്സിന് മേലെയാണ് കേട്ടോ ആളുടെ വയസ്സെന്ന് പറയുന്നത്. ആൾക്ക് ഒരു ചാനലുണ്ട്, ഒരു കുക്കിംഗ് വീഡിയോസ്, പിന്നെ അങ്ങനത്തെ കുറച്ച് ആളുടെ ലൈക്ക് ഡാൻസിങ് അങ്ങനത്തെയൊക്കെ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള വീഡിയോസൊക്കെയാണ് കേട്ടോ. ദാദികി റാസു എന്നാണ് ചാനലിൻ്റെ പേര്. ഇതിപ്പോൾ ഞാൻ എന്തിനാ ഇവിടെ പറയണതെന്ന് വെച്ചാൽ, ആൾക്ക് മില്യൺ സബ് ഉണ്ട്. ആൾ മന്ത്ലി വളരെയധികം പൈസ ആൾ ഏൺ ചെയ്യുന്നുണ്ട്. ആൾ ഈ ചാനൽ സ്റ്റാർട്ട് ചെയ്തതുണ്ടല്ലോ, ആളുടെ ചെറുപ്രായത്തിലൊന്നുമല്ല, റീസെൻ്റ്ലിയാണ്. അതായത് 90 വയസ്സ് കഴിഞ്ഞതിന് ശേഷമാണ് ആൾ ഈ ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഒന്നുമില്ല, ഏജ് ഒന്നിനും ഒരു തടസ്സമല്ല, അത്രേ ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ. നമ്മുടെ സുമിത്ര അമ്മൂമ്മയ്ക്ക് കുക്കിംഗ് എന്ന് പറയുന്നത് ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഭവമായിരുന്നു. ആളൊറ്റയ്ക്കല്ല, തീർച്ചയായിട്ടും ആളുടെ ഫാമിലിയുടെ സപ്പോർട്ട് കൂടെ കൊണ്ടാണ് ആളുടെ ഇഷ്ടമായിട്ടുള്ള കുക്കിംഗ് വീഡിയോസൊക്കെ ആക്കി മാറ്റി യൂട്യൂബിലൊക്കെ ഇട്ട് ഈ ഒരു പ്രായത്തിലും ഇത്രയും കുറേ ഫോളോവേഴ്സും അത്യാവശ്യം നല്ലൊരു തുക മാസം ആൾക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും ഹെൽപ്പാക്കിയിട്ടുള്ളത്. ഇതേപോലെ നമ്മൾക്കും ഉണ്ട് ഒരുപാട് ഇഷ്ടങ്ങൾ, ഒരുപാട് ഹോബീസ്. ആ ഹോബീസൊക്കെ നമുക്കും വരുമാനമാക്കി മാറ്റിക്കൂടെ? ഇപ്പം അതായത് ഒരുപാട് പേർക്ക് എനിക്ക് ഉറപ്പാണ്, ഒരുപാട് പേർക്ക് ആഗ്രഹം ഉണ്ടാവും, ഒന്നില്ലെങ്കിൽ ഒരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യണം, അല്ലെങ്കിൽ സ്വന്തമായിട്ടൊരു ഓൺലൈൻ എന്തെങ്കിലും ബിസിനസ്, അല്ലെങ്കിൽ സ്വന്തമായിട്ടൊരു കട ഇടണം. അങ്ങനെ ഒരുപാട് ആഗ്രഹങ്ങളുള്ള ആൾക്കാരൊക്കെ ഉണ്ടാവും. അവർക്ക് പേടി പല വിധമാണ്. ഒന്നാമത്തെ പേടി വരെ ഇപ്പം ഇതിനു വേണ്ടി പൈസ എവിടെയാക്കുന്നതായിരിക്കും, എങ്ങനെ പൈസ ഉണ്ടാക്കുന്നതായിരിക്കും. നമ്മൾക്ക് ഇപ്പം ഒരു സുപ്രഭാതത്തിൽ നമുക്ക് ഈ കടയിട്ടിട്ടൊക്കെ നമുക്ക് ചിലപ്പോൾ സ്റ്റാർട്ടാക്കാൻ പറ്റില്ല. പക്ഷേ ചെറിയ തോതിൽ നമുക്ക് വീട്ടിലിരുന്നുകൊണ്ട് തന്നെ ചെയ്യാൻ പറ്റുമല്ലോ. അതിന് ഒരുപാട് രൂപ വേണം, പക്ഷെ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന പോലെ ലക്ഷക്കണക്കിന് പൈസ ഒന്നും നമുക്ക് വേണ്ടി വരില്ല. എല്ലാം നമ്മൾ ഭയങ്കര വിജിലംബിച്ച് ഭയങ്കര ലക്ഷറി ആയിട്ടൊന്നും നമ്മൾ സ്റ്റാർട്ടാക്കണം എന്നില്ലല്ലോ. ഇപ്പം കാണുന്ന പടുകൂറ്റനായിട്ടുള്ള എല്ലാ ബിസിനസ് സാമ്രാജ്യങ്ങളും ഏറ്റവും അടിത്തട്ടിൽ നിന്നും ചെറിയതിൽ നിന്നും സ്റ്റാർട്ടാക്കിയിട്ടുള്ളതായിരിക്കൂലേ. പിന്നെ രണ്ടാമതൊരു പേടി എന്ന് പറയുന്നത്, ഞാനിപ്പോൾ ഒരു സംഭവം തുടങ്ങിയ അത് ഓൺലൈൻ ആയിക്കോട്ടെ കട ആയിക്കോട്ടെ, ആരെങ്കിലും വന്ന് സാധനങ്ങൾ വാങ്ങിക്കുമെന്നായിരിക്കും. അങ്ങനെ പേടിയുള്ളവർക്കുണ്ടല്ലോ ഒരു സൊല്യൂഷൻ എന്താണെന്നറിയോ? സീരിയസ്ലി എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ നിന്നും മറ്റു കുറേ ആൾക്കാരുടെ എക്സ്പീരിയൻസിൽ നിന്നും എനിക്ക് മനസ്സിലായിട്ടുള്ളത്, നമ്മൾ എന്തെങ്കിലും ഒരു സംഭവം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഉണ്ടല്ലോ, നമ്മൾ കൂടുതൽ സപ്പോർട്ട് ചെയ്യുക. നമ്മൾ അറിയുന്നവരെക്കാട്ടിലും കൂടുതൽ നമ്മളെ അറിയാത്ത ആൾക്കാരായിരിക്കും നമ്മൾ കൂടുതൽ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു ബിസിനസ്സോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ തുടങ്ങണം എന്ന് ആഗ്രഹമുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിൽ നമ്മൾ ആക്റ്റീവ് ആവാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. സോഷ്യൽ മീഡിയ എന്ന് പറയുമ്പം അതിൻ്റെ കുറേ നെഗറ്റീവ് വശങ്ങളുണ്ട്, കുറേ പോസിറ്റീവ് വശങ്ങളുണ്ട്. ആ കുറേയുള്ള പോസിറ്റീവ് വശങ്ങളിൽ മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു സംഗതിയാണ് ഒരു സാധനം മാർക്കറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതേപോലെ നമ്മളെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന വേറെ ഒരു പ്ലാറ്റ്ഫോം ഇല്ല. അപ്പോൾ നിങ്ങൾക്കിപ്പം ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ആഗ്രഹമുള്ള ഒരാൾക്കാരാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ചെറിയ വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇട്ടിട്ട് ആക്റ്റീവായിട്ട് കൊണ്ടുവരാം. ഇപ്പം നമ്മൾ ഒരു ജ്വല്ലറിയുടെ ഒരു സംഭവം സ്റ്റാർട്ടാക്കാൻ ആഗ്രഹമുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഇവിടെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറേ പ്രൊസീജിയേഴ്സ് ഉണ്ട്. നമ്മൾക്ക് ലൈസൻസും കാര്യങ്ങളൊക്കെ എടുക്കണം. നാട്ടിലാണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് അങ്ങനത്തെ ഇഷ്യൂസൊന്നും ഇല്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഫുഡിൻ്റെയൊക്കെ ആകുമ്പോഴാണ് അത് റിലേറ്റഡ് ആയിട്ടുള്ള ലൈസൻസ് വേണ്ടതെന്നാണ്. ഇനി എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കാം കേട്ടോ. അപ്പോൾ ഇല്ലയെന്നാണ് ലൈക്ക് മറ്റുള്ളതിന് ലൈസൻസ് ഒന്നും അങ്ങനെ വേണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. നമ്മൾ വീട്ടിൽ ഇങ്ങനെ ഡ്രസ്സിൻ്റെയും ജ്വല്ലറി അങ്ങനത്തെയൊക്കെ തുടങ്ങണത്. അപ്പോൾ നിങ്ങൾ സ്റ്റാർട്ടിങ്ങിൽ ഒരു 10 പ്രോഡക്റ്റ് നിങ്ങൾ വാങ്ങിച്ച് വെക്കുക. അത് ഞാൻ കുറേ റീൽസൊക്കെ കാണാറുണ്ട്. നമ്മൾക്ക് ചിലതൊക്കെ നമുക്ക് ഒരു 2000 5000ത്തിന് താഴെയൊക്കെ നമ്മൾക്ക് 10 അതിൽ കൂടുതൽ നമ്മൾക്ക് ഈ ഒരു പ്രോഡക്റ്റ് വാങ്ങിച്ച് വെക്കാൻ പറ്റുന്നതുണ്ട്. പിന്നെ നമ്മൾക്ക് ആവശ്യമായിട്ട് വരണത് അതിൻ്റെ ബോക്സസ്, പാക്കിങ് ചെയ്യാനുള്ള സംഭവങ്ങൾ, ലേബിൾ, അതൊക്കെ നമ്മളൊന്ന് അന്വേഷിച്ച് കഴിഞ്ഞാൽ വലിയ തിരക്കേടില്ലാത്ത രീതിയിൽ നമ്മൾക്ക് ചെയ്ത് തരുന്നതുണ്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യും. ഇപ്പോൾ ഒരു ജ്വല്ലറിയുടെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ല രീതിക്ക് നമ്മൾ ഒരു വീഡിയോയും ഫോട്ടോയും ഒക്കെ എടുത്തിട്ട് അതിപ്പോൾ ഒരു 1-2 വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ കുറേ ആൾക്കാർ വരണം എന്നില്ല. ഇങ്ങനെ പയ്യെ ആരെങ്കിലുമൊക്കെ മേടിച്ച് അതിൻ്റെ റിവ്യൂസ് നമ്മൾ പോസ്റ്റ് ചെയ്ത് അങ്ങനെ ഇരിക്കും വരുന്നുണ്ടാവുക. പക്ഷേ ഇനീഷ്യൽ സ്റ്റേജിൽ നിങ്ങൾ ഒരു സോഷ്യൽ മീഡിയയിൽ നല്ല ആക്റ്റീവ് ആയാലാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ.
പിന്നെ ഇപ്പം നമ്മുടെ നാട്ടിലൊക്കെ ഒരുപാട് സ്ഥലങ്ങളിൽ കുടുംബശ്രീ വകയായിട്ട് ഹോട്ടലുകൾ, അതേപോലെ തന്നെ എല്ലാവരും കളിയാക്കിയൊക്കെ പറയും അച്ചപ്പം, അച്ചാറ്, ഉണ്ണിയപ്പൊക്കെ കുടുംബശ്രീക്കാർ വിറ്റ് ഉണ്ടാക്കി വിൽക്കണമെന്നൊക്കെ പറയണത്. പക്ഷെ അതൊക്കെ ഭയങ്കര നല്ലൊരു ബിസിനസ് ഐഡിയ അല്ലേ. ഉണ്ണിയപ്പം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചിട്ട് നമ്മുടെ വീട്ടിൽ നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ നിങ്ങൾ നാട്ടിൽ കുടുംബശ്രീയിലൊക്കെ അംഗങ്ങളായിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ നമ്മൾക്ക് സ്റ്റാർട്ടാക്കാം. ഇനി അതൊന്നും ഇല്ലെങ്കിൽ പോലും നമ്മൾക്ക് നമ്മുടെ വീട്ടിലിരുന്ന് സ്റ്റാർട്ടാക്കാം. നിങ്ങൾക്ക് നല്ല രീതിക്ക് എന്തെങ്കിലും പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് തൊട്ടടുത്തുള്ള കടകളിൽ കൊണ്ടുപോയി കൊടുക്കാം. അല്ലെങ്കിൽ ഇപ്പം ഞാൻ കുറേ റീൽസ് കാണാറുണ്ട്. ആ റീൽസും കൂടെയൊക്കെ കണ്ടതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഈ ഒരു വീഡിയോ ഒക്കെ ചുമ്മാ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇതിപ്പോൾ നിങ്ങൾക്ക് അറിയാത്ത കാര്യങ്ങളൊന്നും ആയിരിക്കില്ല, പക്ഷെ പലപ്പോഴും നമ്മൾക്ക് അറിയുന്ന കാര്യങ്ങൾ പല പല റീസൺസ് കൊണ്ട് നമുക്ക് ചെയ്യാനൊരു മടിയുണ്ടാവും. അപ്പോൾ പക്ഷെ നമ്മൾ എല്ലാത്തിനും ഓക്കെ, എല്ലാം റെഡി ആവട്ടെ, ഇന്ന സാധനങ്ങൾ റെഡി ആവട്ടെ എന്ന് പറഞ്ഞ് നമ്മൾ വിചാരിച്ചുകൊണ്ടിരുന്നാലുണ്ടല്ലോ, സീരിയസ്ലി നമ്മൾ ചാവുന്നത് വരെ നമ്മൾ ഈ ഒരു പരിപാടികളൊന്നും നമ്മൾ സ്റ്റാർട്ടാക്കില്ല. സോ രണ്ടും കൽപ്പിച്ച് നമ്മളങ്ങ് തുടങ്ങുക, ബാക്കിയൊക്കെ തനി വന്നോളൂ എന്ന് പറയുന്നത് പോലെ. ഞാനിപ്പോൾ കുറേ കണ്ടിട്ടുണ്ടായിരുന്നു മറ്റേ റോഡ് സൈഡിൽ, അതുപോലെ തന്നെ നമ്മുടെ ബീച്ചിൻ്റെ സൈഡിലൊക്കെ ചുമ്മാ ചെറിയൊരു സ്റ്റോളൊക്കെ ഇട്ടിട്ട് ജ്വല്ലറീസ്, അതുപോലെ തന്നെ മറ്റേ കുക്കീസ്, കുഞ്ഞു കുഞ്ഞു കേക്കുകൾ, അതുപോലെ തന്നെ ഡ്രസ്സസും കാര്യങ്ങളൊക്കെ മറ്റേ ഉന്തുവണ്ടി പോലത്തെ ഒരു സംഭവമില്ലേ, അതിലിങ്ങനെ നല്ലപോലെ സെറ്റ് ചെയ്തിട്ട് കുറേ ഇങ്ങനെ വിൽക്കുന്നതിൻ്റെ കുറേ റീൽസ് കണ്ടു. നമ്മുടെ മാമൻ അറിയാലോ, ഒരെണ്ണം നമ്മളത് കണ്ടു കഴിഞ്ഞാൽ നമുക്കത് ഇഷ്ടമല്ല എന്നുള്ളതുകൊണ്ട് പുള്ളി ഇങ്ങനെ അത് റെക്കമെൻഡ് ചെയ്യും. അപ്പം ഞാൻ അങ്ങനെ കുറേ കണ്ടു. അപ്പം നമ്മൾ നോക്കുമ്പം അങ്ങനത്തെ ഒരു സംഭവത്തിന് ഓക്കെ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യണം, പക്ഷെ നമ്മൾ ഈ പറയണത് പോലെ ഒരു വലിയ ഷോപ്പ് ഇട്ടിട്ട് നമുക്ക് ചെയ്യേണ്ടതിൻ്റെ ഹ്യൂജ് ഇൻവെസ്റ്റ്മെൻറ്റ് നമുക്ക് വരില്ല. പിന്നെ കുറേ ആൾക്കാർക്ക് ഇങ്ങനെ കടപ്പുറത്ത് പോയിട്ട് വിൽക്കാനും അതിനൊക്കെ ഒരു ചളിപ്പായിരിക്കും. മറ്റുള്ളവരെന്ത് വിചാരിക്കും, മോശം കേടല്ലേ എന്നൊക്കെ ആയിരിക്കും നമ്മൾ ചിന്തിക്കുന്നുണ്ടാവുക. ഈ പറയണ പോലെ മറ്റുള്ളവരെന്ത് വിചാരിക്കും എന്നൊക്കെ വിചാരിച്ചുകൊണ്ടിരുന്നാലുണ്ടല്ലോ നമ്മൾ ഒരിടത്തും എത്താൻ വേണ്ടിയിട്ട് പോകുന്നില്ല. പിന്നെ അത്രയ്ക്ക് നിങ്ങൾക്ക് അതിനൊന്നും മടിയാണെന്നുണ്ടെങ്കിൽ വീട്ടിലിരുന്നുകൊണ്ട് തന്നെ പല പല കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അത് ബിസിനസ് ആവാം, യൂട്യൂബ് ചാനലാവാം, അല്ലെങ്കിൽ അങ്ങനെ കുറേ സംഗതികളുണ്ടല്ലോ. വീട്ടമ്മമാർ പൊതുവേ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ പല പല പേഴ്സണൽ റീസൺസ് കൊണ്ടായിരിക്കും അവർ വെളിയിൽ പോയിട്ട് ജോലി ചെയ്യാതെ വീട്ടിൽ തന്നെ ഇരിക്കുന്നുണ്ടാവുക. പക്ഷെ ആ വീട്ടിലിരുന്നുകൊണ്ട് തന്നെ നമ്മൾക്ക് ഇതുപോലെ കൊച്ചു വരുമാനങ്ങളൊക്കെ ഉണ്ടാക്കിക്കൂടെ. അപ്പോൾ കുറേ ആൾക്കാർ ചിലപ്പോൾ ചിന്തിക്കും, ഞാൻ വർഷങ്ങളായിട്ട് ഒരു വീട്ടമ്മയായിട്ട് എന്നെ ഇരിക്കണേ, വേറെ പരിപാടികളൊന്നും ഞാൻ ചെയ്തിട്ടില്ല, പെട്ടെന്ന് എങ്ങനെ ഞാൻ ഇങ്ങനെയൊക്കെ പുറപ്പെട്ട് ഇതൊക്കെ ചെയ്യുക, നേരത്തെ പറഞ്ഞ പോലെ ആരെങ്കിലുമൊക്കെ മേടിക്കുമോ, ആരെങ്കിലുമൊക്കെ സപ്പോർട്ട് ചെയ്യുമോ. സീരിയസ്ലി നിങ്ങൾ അങ്ങനത്തെ തോട്ടത്തെ ബ്രേക്ക് ചെയ്താലാണ് നമുക്ക് എന്തെങ്കിലുമൊക്കെ നേടാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. നമ്മുടെ സുമിത്ര മൂമ്മനെ പോലെ അങ്ങോട്ട് 90 വയസ്സിൽ ആ സുമിത്ര മൂമ്മയ്ക്ക് ഇതൊക്കെ ചെയ്യാൻ പറ്റുമെങ്കിൽ അതിൻ്റെ പകുതിയോളം വയസ്സുള്ള നമ്മൾക്കൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്തൂടെ. അപ്പോൾ നിങ്ങളൊക്കെ ഒന്നിരുന്നൊന്ന് ആലോചിച്ച് നോക്ക്, എനിക്ക് എന്താണ് ചെയ്യാൻ ആഗ്രഹം, എനിക്ക് എന്താണ് കഴിവുള്ളത്, അതൊക്കെ ഇതുപോലെ കുട്ടി വരുമാന മാർഗ്ഗങ്ങളാക്കി മാറ്റുക. ഓൾറെഡി എന്തെങ്കിലുമൊക്കെ ബിസിനസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്യണം എന്ന് ആഗ്രഹമുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ പിന്നത്തേക്ക് വെക്കാതെ ഇപ്പോഴേ തന്നെ അതിൻ്റെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കുക. എന്തൊക്കെയാണ് ഞാൻ ചെയ്യേണ്ടത്, എവിടേക്ക് എനിക്ക് പോയാലാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുക, അങ്ങനത്തെയുള്ള സംഭവങ്ങൾ സെർച്ച് ചെയ്യുക. ട്രസ്റ്റഡ് ആയിട്ടുള്ള ഓരോരോ ആൾക്കാരിൽ നിന്നും എന്തെങ്കിലുമൊക്കെ അറിവുകളൊക്കെ ശേഖരിച്ച് അങ്ങനത്തെയുള്ള ഡീലേഴ്സിനെയൊക്കെ മീറ്റ് ചെയ്ത് നിങ്ങൾ നിങ്ങളുടെ ബിസിനസ്സൊക്കെ ഇങ്ങനെ പയ്യെ കെട്ടിപ്പടുത്തുകൊണ്ടിരിക്കുക. അപ്പം നേരത്തെ പറഞ്ഞ പോലെ ഇതിനൊക്കെ നമ്മളെ ഹെൽപ്ഫുൾ ആക്കുന്നതാണ് നമ്മുടെ സോഷ്യൽ മീഡിയ. അത് നല്ല രീതിക്ക് നിങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. ചെയ്യാത്തവരൊന്നായിരിക്കില്ല, എന്നാലും മടി പിടിച്ചിരിക്കുന്ന കുറച്ച് പേരെങ്കിലൊക്കെ ഉണ്ടായിരിക്കും. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഇതിലൊന്നും ഏജ് ഇപ്പം ഒരു 40-45 വയസ്സുള്ള ആൾക്കാർക്ക് ഇത് കാണുന്നുണ്ടെങ്കിൽ എനിക്ക് ഇത്രയും പ്രായമായില്ലേ, ഇനി ഞാനിപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുക എന്നൊക്കെ വിചാരിച്ചുകൊണ്ടിരുന്ന നേരത്തെ നമ്മുടെ പറഞ്ഞ സുമിത്ര അമ്മൂമ്മയ്ക്ക് 90 വയസ്സിന് മേലെയാണ്. 90 വയസ്സ് കഴിഞ്ഞതിന് ശേഷമാണ് ആൾ ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അത്രയൊന്നും നിങ്ങൾക്കായിട്ടില്ലല്ലോ. അപ്പോൾ ഇനി ഒരു മടിയും വേണ്ട, ഒരു ടെൻഷനും വേണ്ട, കാര്യങ്ങളെക്കുറിച്ചൊക്കെ നന്നായിട്ട് പഠിച്ചിട്ട് അങ്ങ് തുടങ്ങുക. അപ്പോൾ അത്രയേ ഉള്ളൂ.